ഹായ്, നമുക്കിന്നതേ ഈ കമ്മലുണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുന്തൻ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു ഇത്തിരി വലിയ ഗ്രീൻ സ്റ്റോണും അതിൻ്റെ ചെറിയ സൈസിലുള്ള റെഡ് സ്റ്റോണുമാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഒട്ടിക്കുന്നത് ഈ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റോൺസ് കട്ട് ചെയ്തെടുത്തതാണ്. അതും ദേ ആ റെഡിൻ്റെ നേരെ മേലെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലേക്കായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ കുന്തൻ സ്റ്റോണാണ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഇടയിലേക്ക് ഗ്യാപ്പ് ഒന്ന് കവർ ആവുന്ന രീതിക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ദേ അങ്ങനെ ഗ്യാപ്പ് കവറാവുന്ന രീതിക്ക് ഞാനിങ്ങനെ നന്നായി ഗ്യാപ്പില്ല എന്നുള്ള മാതിരി കയറ്റി വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും റെഡ് കളർ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ആ ഗ്രീനിൻ്റെ ഗ്യാപ്പിലേക്കാണ് കേട്ടോ റെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് നമുക്ക് മറ്റേ പാറ്റേൺ ഒന്നും വരയ്ക്കുക അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് അവേ ഒട്ടിച്ചു കൊടുക്കാം. കാരണം ആ ഡിസൈനിലും വലുപ്പത്തിലൊന്നും ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ചു കൊടുത്താൽ ഒരിക്കലും ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ധൈര്യത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഹാങ്ങിങ് പോർഷനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള പോർഷൻ. നമുക്ക് സ്റ്റഡ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റഡിനായിട്ട് ഞാൻ ഗ്രീൻ കളർ സ്റ്റോൺ ഒട്ടിച്ച് അതിന് ചുറ്റും റെഡ് കളർ സ്റ്റോണാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് പല സൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ 2 സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഗ്രീനും റെഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെമ്പിൾ വൈബൊക്കെ തരുന്ന ഒരു കളേഴ്സാണല്ലോ. നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്താലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഇത് വെച്ച് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല നല്ല കളേഴ്സാണിത്. പ്രത്യേകിച്ചും രണ്ടും കൂടെ കോൺട്രാസ്റ്റായിട്ട് നല്ല കളേഴ്സാണ്. പിന്നെ അത് ഡ്രൈ ആക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമ്മളിതുപോലെ പിൻസ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പിൻസ് ഒട്ടിക്കുന്നത് ഇങ്ങനെ നിവർത്തിയിട്ടാണ് കേട്ടോ. അതായത് ആ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ റൗണ്ട് കാണില്ല, പിന്നിൻ്റെ കാണില്ല. അങ്ങനെ വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ മേൽഭാഗത്തും സ്റ്റഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റഡിലും ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റഡിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ കണ്ടോ കാണുന്ന രീതിക്കാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതും ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാം. ഹാങ്ങിങ്സിനായിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹാങ്ങിങ് ബീഡ്സ് ആണ്, പേൾസ് വെച്ചിട്ട്. അപ്പോൾ അത് ഫ്യൂസ് വയറിൽ ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അങ്ങനെ അത് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ളൊരു കമ്മലാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ലൈറ്റിൽ കുറച്ച് അത്ര ഭംഗി തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ കളറൊന്നും എടുത്തറിയുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.